ചെയ്ത് രക്തത്തിനെ ശുദ്ധിയാക്കുക എന്നതാണ് മൾട്ടി ഗാർഡ് ബ്ലഡ് പ്യൂരിഫയറിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മുടെ രക്തത്തിനെ ശുദ്ധിയാക്കലാണ് ആ ഒരു പ്രൊഡക്റ്റിന്റെ മെയിൻ ആയിട്ടുള്ള കർമ്മം. അപ്പൊ എന്താണ് രക്തം, അല്ലെങ്കിൽ രക്തത്തിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? നമ്മൾക്കൊക്കെ ബ്ലഡ് അല്ലെങ്കിൽ രക്തം ആ ഒരു കാര്യമേ അറിയുള്ളൂ, അതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്ന് അറിയില്ല. നമുക്കത് എന്താ നോക്കാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4.5 മുതൽ 5.5 ലിറ്റർ ബ്ലഡ് ആണ് ഒരു മനുഷ്യ ശരീരത്തിൽ ഉള്ളത്, ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു രക്തത്തില് 4 ഘടകങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. എന്തൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RBC, രക്തരക്താണുക്കൾ, അതായത് ഹീമോഗ്ലോബിൻ അടങ്ങിയിട്ടുള്ള രക്താണുക്കളാണ് RBC. ഇവയുടെ കർമ്മം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിൽ ഉടനീളം ഓക്സിജനെ വഹിച്ചു കൊണ്ടുപോകല്. നമുക്ക് എല്ലാവർക്കും അറിയാല്ലേ, ഓക്സിജൻ ഇല്ലെങ്കിൽ നമുക്ക് ശ്വസിക്കാൻ കഴിയില്ല, നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മളൊക്കെ ഒരു ധാരണ, നമ്മളിങ്ങനെ ശ്വസിക്കും, മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുന്ന ആ ഒരു ശ്വാസമാണ് നമ്മൾ മെയിൻ ആയിട്ട്. ബാക്കി അതിന്റെ ഉള്ളില്, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഓരോ അവയവത്തിനും എന്താ ആവശ്യമുണ്ട്? ഓക്സിജൻ ആവശ്യമുണ്ട്. അപ്പൊ ആ ഒരു ഓക്സിജന് വഹിച്ചു കൊണ്ടുപോവാ, ഒരു വാഹനം പോലെ, ട്രക്ക് പോലെ വഹിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു ജോലി ആരാണ് ചെയ്തത്? ഹീമോഗ്ലോബിൻ അടങ്ങിയിട്ടുള്ള രക്തരക്താണുക്കളാണ് ഈ ഒരു ജോലി ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മളുടെ ബ്ലഡിൽ മെയിൻ ആയിട്ട് അടങ്ങിയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് RBC, രക്തരക്താണുക്കൾ. ഓക്കെ, രണ്ടാമത്തത് WBC, അതായത് വെള്ള രക്താണുക്കൾ, വെളുത്ത രക്താണുക്കൾ. നമ്മുടെ ശരീരത്തിലെ ഭടന്മാരാണ് അവര്. അതായത് നമ്മുടെ ശരീരത്തിൽ ഏത് സമയത്ത് വേണമെങ്കിലും ബാക്ടീരിയാസും അതേപോലെ തന്നെ അങ്ങനെയുള്ള നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ കയറും. അതിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യുന്നവരാണ് ഈ ഒരു വെളുത്ത രക്താണുക്കള്. ഓക്കെ, പിന്നെ വേണ്ടത് പ്ലേറ്റ്ലെസ് ആണ്. പ്ലേറ്റ്ലെസ് എന്താണ്? ഇപ്പൊ നമ്മുടെ കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ എന്താണ്, ആ ബ്ലഡ് അവിടെ വരുന്ന നിൽക്കൂലെ, കട്ടാവും. അപ്പൊ അതിനെ സഹായിക്കുന്നതാണ് പ്ലേറ്റ്ലെസ്. ഓക്കെ, രക്തം കട്ടപിടിപ്പിക്കുക എന്നതാണ് പ്ലേറ്റ്ലെസിന്റെ കർമ്മം. പിന്നെ വരുന്നത് പ്ലാസ്മ എന്ന്. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ മേൽ പറഞ്ഞ ഈ 3 ഘടകത്തിനെയും സഞ്ചരിക്കാൻ, യഥേഷ്ടം സഞ്ചരിക്കാനുള്ളതാണ് പ്ലാസ്മ. ഓക്കെ, ഇത്രയും 4 കാര്യങ്ങളാണ് നമുക്ക് ബ്ലഡിൽ അടങ്ങിയിട്ടുള്ളത്. ഇനി എങ്ങനെയൊക്കെയാണ് ബ്ലഡ് ശുദ്ധി അല്ലാണ്ടാവുന്നത്? നമുക്ക് മൾട്ടിഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ എന്ന പ്രൊഡക്റ്റ് നമ്മുടെ ബ്ലഡ് ശുദ്ധിയാവാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇനി എങ്ങനെയൊക്കെയാണ് നമ്മുടെ ബ്ലഡ് ശുദ്ധി അല്ലാണ്ടാവുന്നത്? നമുക്ക് നോക്കാം. മെയിൻ ആയിട്ട് ലങ്സിൽ നിന്നും ഓക്സിജൻ, അതായത് നമ്മുടെ ശരീരത്തിനകത്ത് ലങ്സിൽ നിന്നും നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന് ബ്ലഡ് എടുത്തു കൊണ്ടിട്ട് എല്ലാ അവയവങ്ങളിലേക്കും എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഓക്സിജൻ എത്തിച്ചു കൊടുക്കുമ്പോൾ തിരിച്ച് ബ്ലഡ് അവിടെയുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ചിട്ട് ലങ്സിലേക്ക് തിരിച്ച് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിൽ മാലിന്യങ്ങൾ നിറഞ്ഞ ബ്ലഡ് ആണ് ലങ്സിലേക്ക് എത്തുന്നത്. നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവത്തിൽ നിന്ന് എടുത്തിട്ട് ലങ്സിലേക്കാണ് എത്തുന്നത്. അങ്ങനെ നമ്മളുടെ ബ്ലഡ് എന്താകുന്നുണ്ട്? മലിനമാവുന്നുണ്ട്. പിന്നെ വരുന്നത്, ഓരോ അവയവങ്ങളും കറക്റ്റായി വർക്ക് ചെയ്തില്ലെങ്കിൽ ബ്ലഡ് മലിനമാവുന്നുണ്ട്. അതായത് രക്തം ശരിയായിട്ട് പമ്പ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാവുന്നത്? നമ്മുടെ രക്തം മലിനമാവുന്നുണ്ട്. അതേപോലെ തന്നെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ച്, അതായത് കൗമാരക്കാരിൽ മുഖക്കുരു ഒരുപാട് വർദ്ധിച്ചു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? ആ ഒരു ടീനേജേഴ്സിന് ഏറ്റവും കൂടുതൽ പിമ്പിൾസിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ബ്ലഡ് മലിനമാവുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കിഡ്നിയുടെ പ്രവർത്തനം കറക്റ്റ് നടക്കാതിരുന്നാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ അവയവങ്ങളുടെയും വർക്ക് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ബ്ലഡ് മലിനമാവുമെന്ന് പറഞ്ഞു. അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് കിഡ്നിയുടെ പ്രവർത്തനം കറക്റ്റ് നടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ബ്ലഡ് മലിനമാവും. കൂടുതലായിട്ട് നമുക്ക് നീര് അനുഭവപ്പെടും. അതായത് കണ്ണിന്റെ തടങ്ങളില്, കൈകാലുകളിലൊക്കെ നീർക്കെട്ട് ഉണ്ടാവുന്നത് ഈ ഒരു പ്രോസസ് കൊണ്ടാണ്. അതായത് ഇതിനെല്ലാം മാനേജ് ചെയ്ത് എല്ലാ അവയവങ്ങളിലേക്കും നല്ല രക്തത്തിനെ കൊടുക്കണം. ഇതിനായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് മൾട്ടി ഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ. ഓക്കെ, ഇനി മൾട്ടി ഗാർഡ് ബ്ലഡ് പ്യൂരിഫയറിൽ രക്തത്തിന്റെ ശുദ്ധി എങ്ങനെയാണ് നമുക്ക് ഉറപ്പുവരുത്താം? നമ്മളുടെ അടുത്ത് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഈ ഒരു പ്രൊഡക്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബ്ലഡ് ശുദ്ധിയാവും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത് നമുക്ക് എങ്ങനെയാണ് ശുദ്ധിയാവാന്നുള്ളത് നോക്കാം. നമുക്കതൊന്ന് ഉറപ്പുവരുത്തണ്ടേ? അപ്പൊ രക്തത്തിലുള്ള മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്ന ഔഷധങ്ങളെ ആഡ് ചെയ്യണം.
ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് ഇപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞു നമ്മുടെ ശരീരത്തിൽ ഓരോ അവയവത്തിലും ഒരുപാട് മാലിന്യങ്ങൾ അടഞ്ഞു കൂടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മൾട്ടി ഗാർഡ് ബ്ലഡ് പ്യൂരിഫയറിൽ എന്ത് വേണം? രക്തത്തിൽ ഉള്ള മാലിന്യങ്ങളെ നീക്കം ചെയ്യാനുള്ള ഔഷധങ്ങൾ ആഡ് ചെയ്യണം. ഓക്കെ, അതേപോലെ തന്നെ പുതിയ രക്തത്തെ വർദ്ധിപ്പിക്കുന്നതിന് പ്രാധാന്യം നൽകണം. അതിനു വേണ്ടിയാണ് ഈ പ്രൊഡക്റ്റിൽ മൺചട്ടിയും നന്നാരിയും ചേർത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും പുതിയ രക്താണുക്കളുടെ ഉൽപാദനത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളത്? പുതിയ മൺചട്ടിയും അതേപോലെ തന്നെ നന്നാരിയും. ഇത് രണ്ടും നമുക്ക് പുതിയ രക്താണുക്കളെ ഉൽപാദനത്തിനായിട്ട് വർദ്ധിപ്പിക്കുന്നവയാണ് ഇവ രണ്ടും. അതേപോലെ തന്നെ രക്തത്തിൽ ഒരുപാട് ബാക്ടീരിയാസ് ആൻഡ് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ബ്ലഡ് മലിനമാവും. ഓക്കെ, അപ്പൊ അതിനെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉലുവയും മഞ്ഞളും ഇരട്ടി മധുരവും ചേർത്തിട്ടുള്ളത്. നമ്മുടെ രക്തത്തിൽ ഒരുപാട് ബാക്ടീരിയാസ് ആൻഡ് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് മലിനമാവും. അപ്പൊ അതിനെല്ലാം നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഉലുവയും മഞ്ഞളും ഇരട്ടി മധുരവും ചേർത്തിട്ടുണ്ട്. അപ്പൊ ഉലുവ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വെൽഹാർട്ട് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ട്രെയിനിലൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് ഉലുവ. ഉലുവ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ LDL-നെ, അതായത് ലിപ്പിഡ് പ്രൊഫൈലില് നമുക്ക് ആവശ്യമില്ലാത്ത ചീത്ത കൊളസ്ട്രോളിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു മെയിൻ ഘടകമാണ് ഉലുവ, സംസ്കരിച്ച ഉലുവ. ഓക്കെ, അപ്പൊ അത് ഇതില് ചേർത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് നീർമാതളം തഴുതാമ, അതായത് വെള്ളത്തിന്റെ അളവ് കൂട്ടിയിട്ട് ശരീരത്തിലെ മാലിന്യങ്ങളെ കിഡ്നിയിൽ എത്തിക്കുകയും കിഡ്നി വഴി യൂറിൻ വഴി പുറത്തേക്ക് തള്ളിവിടാൻ സഹായിക്കുന്നതിന് വേണ്ടിയാണ് നീർമാതളവും തഴുതാമയും ചേർത്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബ്ലഡ് പ്യൂരിഫയറിൽ അടങ്ങിയിട്ടുള്ളത്. ഒന്നും കൂടെ